ഇതെന്തത്? രുഹി എന്ന് പറഞ്ഞാൽ ചാമ്പയുടെ ഒരു ഫാമിലിയാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ്. റൊളീന എന്ന് പറഞ്ഞാൽ ആത്ത ഫാമിലിയാണ്. അത് നല്ല വലിപ്പമുണ്ട്. സൈസ് നല്ല സൈസാണ്. അത് ലിപ്പോട്ട് ചെറിയ ഫാമിലി എന്ന് പറയും. മെഴുകുതിരിപ്പഴം എന്നൊക്കെ പറയും. കാൻഡിൽ ഫ്രൂട്ട്. പാലിനോ പെർഫ്യൂം ഗുവ എന്ന് പറയും. നല്ല വാസനയുള്ള പെർഫ്യൂം ഗുവ. ഓക്കെ. പിന്നെ മിറാക്കിള്. ഇതും ജംബൂബറയും ഒരു ചാമ്പ വെറൈറ്റിയാണ് അതിൻ്റെ ജംബൂബറ എന്ന് പറയുന്നത്. മിറാക്കിള് ഇത് കഴിച്ചിട്ടാണ് പുളിയുള്ള എന്ത് സാധനം കഴിച്ചാലും നല്ല മധുരമായിരിക്കും. മിറാക്കിൾ ഫ്രൂട്ടാ. ഇത് ഫ്രൂട്ട് എന്ന് പറയാൻ ഒരു ചെറിയ സാധനമാണ്. ചെറിയൊരു ഇതാണ്. പക്ഷെ അത് കഴിച്ചാൽ പിന്നെ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ കീമൊക്കെ ചെയ്യില്ല. കീമൊക്കെ ചെയ്യണവർക്ക് ഈ ഫ്രൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വായ്ക്ക് രുചി ഉണ്ടാവും. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റും. അതാണ് ഒരു ഗുണമുള്ളത്. അതിന് ഫ്രൂട്ട് എന്ന് പറയാൻ ഇത് വളരെ ചെറിയ ഫ്രൂട്ടാണ്. അങ്ങനെ ഫ്രൂട്ട് എന്ന് പറയാൻ മാത്രം അത്ര വലിയ സംഭവമൊന്നുമില്ല. ഇതിന് അങ്ങനെ ഒരു മെഡിക്കൽ വാല്യൂ ഉണ്ട്. ഈ സാധനം പുറത്തേക്കൊക്കെ ഒരുപാട് കയറിപ്പോണ്ട്. ദുബായിക്കൊക്കെ 1000-700 തൈ നമ്മുടെ കയറിപ്പോയത് ഷിപ്പിൽ അയച്ചത്. പിന്നെ ഇത് മേനി. ഇത് നമുക്ക് വീട്ടിൽ വളർത്താം. ചട്ടിയിലും വെക്കാം. വലിയ മരം തോന്നല്ല. സപ്പോർട്ട അസാധ്യ ടേസ്റ്റുള്ള സാധനം. ഒരിക്കലും കഴിച്ചിരിക്കില്ല. ഒരു 2 കിലോ ഒക്കെ വലിപ്പം ഉണ്ടാവും. നമ്മുടെ സപ്പോർട്ടയുടെ തന്നെ വേറൊരു സാധാ സപ്പോർട്ട അല്ല. സപ്പോർട്ടാണ് പേര് കൊണ്ടുള്ളൂ. നമ്മുടെ സാധാ സപ്പോർട്ട് ഡിഫറെന്റ് ആണ്. ഇതൊരു 5-ആം വർഷത്തിനാകുമ്പോഴത്തേക്കും കായ്ക്കും. കായ്ച്ചു കഴിഞ്ഞാൽ ഓൾ സീസണാണ്. 12 മാസം കായ്ക്കും. അതാണ് എൻ്റെ പ്രത്യേകത. ഇത് ക്രിസ്റ്റോഫീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അബിയു പോലെയൊക്കെ ഉള്ളൊരു ഫ്രൂട്ടാണ്. മേമയേക്കായും കുറച്ചുകൊണ്ട് ചെറുതായിരിക്കും. പക്ഷെ എണ്ണം കൂടുതലുണ്ടാവും. ഈ ഒരു വെറൈറ്റി ഭയങ്കരമായിട്ട് വളരുന്നതാണോ? അത് താഴെ തന്നെ നിൽക്കുള്ളൂ. നമുക്ക് അതിൽ പിന്നെ ലെയർ തൈയൊക്കെ മേടിച്ചു. ലെയർ തൈനൊക്കെ നല്ല പരിചരണമൊക്കെ എങ്ങനെയായിരിക്കും? സാധാരണ പോലെ മതി. ഇതൊക്കെ വെക്കുമ്പോൾ വേണമെങ്കിൽ തുടക്കത്തിൽ ഒരു ഷെയ്ഡ് കൊടുക്കാം. വലിയ വെയിൽ കൊള്ളാണ്ട്. വെയിൽ ആവശ്യമാണെങ്കിലും ചെറിയ തൈയാകുമ്പോൾ തുടക്കത്തിൽ ഷെയ്ഡ് കൊടുത്തിട്ട് നമുക്ക് പിന്നെ മരം വയ്ക്കുമ്പോൾ പ്രശ്നമില്ല. പിന്നെ ഇതുപോലെ ചുപ്പാന്ന് പറഞ്ഞാൽ നല്ല ഒരു ഫ്ലേവറാണ് അതിൻ്റെ. എല്ലാവരും ഇത് അത്തിയാണെന്നൊക്കെ ചോദിക്കും. പക്ഷെ അത്തിയല്ല. ഇത് അത്യാവശ്യം മരമാവണയാണ്. നല്ല ഫ്രൂട്ടാണ്. ഡിഫറൻസ് ഉണ്ട്. ഇത് അത്യാവശ്യം മരമാവണ സാധനം. ഇതൊക്കെ സെഡാർ ബൈ ചെറി എന്ന് പറഞ്ഞാൽ ഇതൊരു ഓർണമെന്റലായിട്ട് വെക്കാം. ടേസ്റ്റ് ഒരു ആവറേജ് ടേസ്റ്റാണ്. മധുരമുണ്ട്. നല്ലോണം പഴുത്ത് നല്ല റെഡ് കളറാവും. വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ്. നിറയെ ഉണ്ടായത് ബൾബിട്ടാരി ഒരു ചെറിയ പഴമാണ്. ചെറിയ സൈസാണ്. ഇതും റെഡ് സുരിനാം എന്ന് പറഞ്ഞാൽ ഇതാണ് യൂട്യൂബിലൊക്കെ കാണുന്നത്. ഒരു ചെടിയിൽ തന്നെ 4 കളറ് പഴം എന്ന് പറയുന്നത് കാണുന്നത്. ഇത് ഉണ്ടാവുമ്പോൾ പച്ചയായിരിക്കും. പിന്നെ ഇതൊരു മഞ്ഞാവും, ഓറഞ്ചാവും, പിന്നെ നല്ല റെഡ് കളറും. റെഡാവും. അപ്പോഴാണ് പഴുക്കുന്നത്. അതോ എല്ലാ ഇതും മരത്തിലുണ്ടാവും? ഒരേ കൊമ്പിൽ തന്നെ ചിലപ്പോൾ എല്ലാ കളറും ഉണ്ടാവും. അത് പഴുക്കുന്നതിന്റെ ഇതാണല്ലേ. ഇതും സാബണ്ണ എന്ന് പറയുന്നത് നല്ല വെറൈറ്റിയാണ്. ഇത് ഇത്തിരി കോസ്റ്റ്ലിയാണ്. നല്ല ചെറിയാണ്. 3.5 വർഷം കൊണ്ടൊക്കെ ആകുമ്പോഴത്തേക്കും കായ്ക്കും. ഇത് 750 കൊന. ഇതൊക്കെ 150 ഒക്കെ വരുള്ളൂ. പിന്നെ ചെറിയ പരാമരും അതെ നല്ലൊരു വെറൈറ്റി ചമലിയാണെന്ന് പറയും. ഒരു ചെറിയ വെറൈറ്റി തന്നെയാണ്. ഒരു മീഡിയം മരാവും. ഇതിനപേക്ഷിച്ച് ഒരു മീഡിയം മരാവും. നല്ല മുന്തിരിക്കുല പോലെ ഉണ്ടാക്കി കിടക്കാൻ നല്ല ഭംഗിയാണ്. ഒരു മധുരവും ചുവപ്പും കലർന്ന ടേസ്റ്റാണ്. തെരങ്ങാന ചെറിയതെ ഉണ്ടാക്കി കിടക്കാൻ നല്ല ഭംഗിയാണ്. ഗാർഡനിൽ പ്രത്യേകിച്ചും ഈ റിസോർട്ടിലൊക്കെ അവർ കൊണ്ടുപോയി വെക്കുന്ന സാധനം. അത് മരത്തിൽ ഉണ്ടാക്കി കിടക്കാൻ നല്ല ഭംഗിയാണ്. പക്ഷെ ഒരു ചവർപ്പും മധുരവും കലർന്ന ടേസ്റ്റാണ്. എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. ചിലർ പക്ഷേ ഇഷ്ടംപോലെ കുറച്ച് നല്ല ഭംഗിയാണ്. ഉണ്ടായി ഇങ്ങനെ കിടക്കണമെങ്കിൽ ശരിക്കും ഇതിൽ ലുക്കാണ് സാധനം. കണ്ടുകഴിഞ്ഞാൽ നല്ല ഒരു മുന്തിരിങ്ങ വലിപ്പമുണ്ടാവും. മുന്തിരിങ്ങായും കുറച്ചുകൂടെ വലിപ്പമുണ്ടാവും. പിന്നെ ഇത് ബയ്യ ചെറിയ എന്ന് പറയുന്നതും പിന്നെ ഒലോസപ്പോ ശർക്കരപ്പഴം എന്ന് പറയും. ശർക്കരപ്പഴം മലയാളത്തിൽ ശർക്കരപ്പഴം എന്ന് പറയും. ശർക്കര ഒരു പൈനാപ്പിളിൻ്റെ ഞങ്ങളുടെ ഫ്ലേവറാണ് സാധനം. ഒരു തരുതരൂന്നിരിക്കും സാധനം. ഇതും ചമലിയാങ്ങിൻ്റെ തന്നെ ബ്ലാക്ക്. ഇത് നല്ല ലുക്കാണ് സാധനം. ടേസ്റ്റ് ഒരു ആവറേജ് ടേസ്റ്റാണ്. കുഴപ്പമില്ല. പിന്നെ ചെറിയ ഫ്രീയോ ഇത് റേറ്റ് തന്നെ 500 കൊന. റിയോ എന്ന് പറയുന്നത് ബ്രസീലിലെ അവിടുത്തെ ചെറിയാണ്. ലാറ്റിൻ അമേരിക്കൻ സാധനങ്ങളാണ് ഇത് മിക്കവാറും. അവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ബ്രസീലിൽ തന്നെയാണ് മരമുന്തിരി. അവിടെ ഞാനവിടെ ഒരു റെയിൻ ഫോറസ്റ്റ് എന്നും പറഞ്ഞ കണ്ട്. ഇതും സപ്പോർട്ട എന്ന പേരേ ഉള്ളൂ. ശരിക്കും സപ്പോർട്ട ഫാമിലി അല്ല. നല്ല അത്യാവശ്യം നല്ല സൈസ് വരും. ഒരു പൊതിച്ച തേങ്ങയുടെ വലിപ്പൊക്കെ വരും. ഉള്ളിൽ നല്ല ക്രീമിയാണ്. ഇതുകൊണ്ട് ഒരുപാട് ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. ഷേക്ക് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇത് ചോക്കോ പൗഡറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ബ്രെഡിൽ തേച്ച് കഴിക്കണൊക്കെ ആയിട്ട് ഉള്ളിൽ നല്ല ക്രീം നല്ല തരുതരൂന്നിരിക്കും. ക്രീമിയാണ് ഉള്ളിൽ സീഡിങ്ങായിട്ട് നല്ല സൈസാണ്. പിന്നെ ഇത് മുക്കാമ്പോ എന്നും പറഞ്ഞൊരു ഫ്രൂട്ടാണ്.
വൈറ്റ് കൊക്കോ, ഒരു കൊക്കോ പോലത്തെ ഒരു ഫ്രൂട്ടാണിത്. ഓക്കെ. ഒരുപാട് വർഷം എടുക്കും കായ്ക്കാനായിട്ട്. മാംഗോസ്റ്റീൻ ഫാമിന്റെ പൊതുവെ വെയിൽ വേണ്ട. കാഴ്ച എപ്പോൾ ഉണ്ടായിക്കോളും. സീസൺ ഉണ്ട്, സീസൺ ഉണ്ട്. മാംഗോസ്റ്റീനൊക്കെ സീസൺ ഉണ്ട്. മാംഗോസ്റ്റീനൊക്കെ ശരിക്കും ഒരു ഏപ്രിൽ അല്ല, ഈ ജൂൺ ജൂലൈ ഒക്കെ ആവും. മഴക്കാലം സമയത്താണ് അതിന്റെ സീസൺ. റംബൂട്ടാൻ ഇത് അച്ചാച്ചെറു, ഇത് മാംഗോസ്റ്റീൻ ഫാമിലിയിൽ തന്നെ. ഇതിന്റെ ഫോട്ടോ ഉണ്ടോ നേരെ? നല്ല ഫ്രൂട്ടാണ്, നല്ല ഫ്ലേവറാണ്. അച്ചാച്ചെറു പേര് തന്നെ ഒരു ബൊളീവിയൻ മാംഗോസ്റ്റീൻ, ബൊളീവിയൻ സ്വദേശിയാണ്. ഓക്കെ ഓക്കെ. ഇത് വേറൊരു ചെറിയ യുജീനിയ സെറ എന്ന ചെറിയാണിത്. പിന്നെ ഇത് അർസ ബൊളീവിയൻ്റെ ഫ്രൂട്ട് ഉണ്ടാകും. ഇത് നല്ല പുളിയാണ്. ഇതും ബ്രസീലിയനാണ്. ഇത് ജ്യൂസ് അടിക്കാനാണ് ഉപയോഗിക്കണം. പുറം രാജ്യങ്ങളിലൊക്കെ ഇതിൻ്റെ പീസ് ചേർത്തിട്ട് ജ്യൂസിൻ്റെ ഫ്ലേവർ മാറ്റും. പക്ഷെ നേരിട്ട് കഴിക്കാൻ നല്ല പുളിയാണ് സാധനം. പക്ഷെ നല്ല വാസന. നമ്മളത് പൊട്ടിച്ച് വാസന കഴിഞ്ഞാൽ ആരും അത് പൊട്ടിച്ച് കഴിക്കും. എന്നാണ്ട് നല്ലൊരു ഓറഞ്ചിൻ്റെ വലിപ്പം വരും. അത്രയും വരും. നല്ല സൈസാണ്. തീരെ കുഞ്ഞിക്കായല്ല. മരമാവും അല്ലേ? മരം എന്ന് പറയാനൊന്നുമില്ല, ചെടിയൊക്കെ ഉള്ളൂ. ഒരു 5-6 അടി പൊക്കമൊക്കെ വരുള്ളൂ മാക്സിമം. വലിയ പരന്ന് നല്ല കാര്യം ചെയ്യും. നല്ല വാസന. അതിൻ്റെ പുറം മഞ്ഞാണ്, അകവും മഞ്ഞാണ്. തൊണ്ട് വിളിച്ചാലും മഞ്ഞ തന്നെയാണ്. ഇത് കോവ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ബക്കുപ്പാരി, ഇതൊക്കെ മാംഗോസ്റ്റീൻ ഫാമിലിയാണ്. ബക്കുപ്പാരി ചെറിയ കായാണ്. അതിൽ കുറച്ചും കൂടെ ചെറുതാണ് ചെറിയ മാംഗോസ്റ്റീൻ. ഇവിടെ നമുക്ക് കുറേ, നമുക്ക് മെയിൻ ഫ്രൂട്ട് പ്ലാന്റ് തന്നെയാണ്. ഇതാണ് അക്കായ് ബെറി എന്ന് പറയുന്നത്. ഇതും ബ്രസീലിയനാണ്. ഇത് സൂപ്പർ ഫുഡ് കാറ്റഗറിയുടെ കായ വളരെ ചെറുതാണ്. ഇത് സൂപ്പർ ഫുഡ് കാറ്റഗറിയിൽ പെട്ടാണ്. പുറത്തൊക്കെ നല്ല വിലയാണ്. അതായത് നല്ല ഡിമാൻഡാണ്, നല്ല ഡിമാൻഡ്, നല്ല ഹെൽത്തിയാണ്. പുറം രാജ്യങ്ങളിലൊക്കെ ഇതിന്റെ ജ്യൂസിനും ഷേക്കിനൊക്കെ നല്ല റേറ്റാണ്. ഇപ്പൊ നമ്മുടെ ഈ ബോട്ടിൽ ഇതൊക്കെ ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. മറ്റേ ഇതിന്റെ സിറപ്പും പാക്കറ്റ് ആയിട്ടും ഇതിന്റെ സാധനമൊക്കെ ഇവിടെ ഓൺലൈനിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല റേറ്റാണ് അത്യാവശ്യം. ഇതിന്റെ പഴം വളരെ ചെറുതാണ്. ഇത് കുറെ എടുത്താലേ നമുക്ക് കിട്ടുള്ളൂ. നമ്മളുടെ ജ്യൂസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ലാൻസാറ്റ് നല്ലൊരു ഫ്രൂട്ടാണ്. ലാൻസാറ്റിന്റെ ഫോട്ടോ ഒന്ന് മുഷിഞ്ഞു പോയിന്നുള്ളൂ. അത് വേറെ നമ്മൾ അടിക്കാൻ അല്ല, മാംഗോസ്റ്റീൻ ഇത് മറ്റേ ലോങ്ങൺ ഫാമിലിയാണ്. ലോങ്ങൺ പോലെ ലാൻസാറ്റ് കഴിക്കുമ്പോൾ പരമാവധി അതിന്റെ ഫ്ലഷ് അടത്തിയെടുത്ത് കഴിക്കാം. കാരണം അതിന്റെ കുരുവിൽ കടിച്ചാൽ അസാധ്യമായി കയ്പായി. നമ്മൾ അബദ്ധത്തിലൊക്കെ കടിച്ചിട്ടുണ്ടെങ്കിൽ അതിലിട്ട് വരുമ്പോൾ കടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ കയ്പ് നമ്മുടെ വായിന്ന് പോകില്ല. അതുകൊണ്ട് ശരിക്കും എപ്പോഴും ലാൻസാറ്റ് കഴിക്കുമ്പോൾ അതിന്റെ ഫ്ലഷ് അടത്തിയെടുത്ത് കഴിക്കാം. പിന്നെ ഐസ്ക്രീം, ഇത് സ്റ്റാർ ആപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതും നമ്മുടെ അബിയോ പോലെയൊക്കെ തന്നെ ഒരു ഫ്രൂട്ടാണ്. അത്യാവശ്യം മരാവുന്ന സാധനമാണ്. ജലാംശം. ഇത് ആപ്പിൾ എന്ന് പറഞ്ഞാൽ ഇത് ആപ്പിൾ വെറൈറ്റി അല്ല. ആപ്പിളല്ല, നമ്മൾ ഈ സപ്പോർട്ടേഡ് ആയിട്ട് പറഞ്ഞാൽ പേര് കൊണ്ടാണ് ആപ്പിൾ ഉള്ളത്. ഇതിന്റെ ഉള്ളിൽ ഇത് മുറിക്കുമ്പോൾ ഒരു സ്റ്റാർ ഷെയ്ഡ്, അതാണ് സ്റ്റാർ ആപ്പിൾ എന്നുള്ള പേര്. സീഡ് ചെറുതുണ്ട്. നമുക്ക് ശരിക്കും ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് കഴിക്കാം. അത് നല്ല വലിപ്പമുണ്ട്. ഒരു വലിയ ഓറഞ്ചിന്റെ ഒക്കെ വലിപ്പം വരും. പിന്നെ ഐസ്ക്രീം ബി, ഇത് തന്നെ ഒരടി അടുത്ത് നീളം വരും. നല്ല പൊളിച്ച് കഴിഞ്ഞാൽ അതുപോലെ ഫ്ലഷ് നല്ല വൈറ്റ്. ഈ വൈറ്റ് അല്ല, നല്ല പ്യൂർ വൈറ്റാണ്. നല്ല പഞ്ഞ് പോലത്തെ ഫ്ലഷ്. അതിൻ്റെ ഉള്ളിൽ ചെറിയ സൈഡ് നമുക്കത് അടുത്ത് കഴിക്കാം. ഇങ്ങനെ ഓരോന്നോരോ ബീൻസ് പോലെ തന്നെ നല്ല ഈ നീളം വരും. അങ്ങനെ നമുക്ക് ഓരോന്നും നടത്തി കഴിക്കാം. പിന്നെ പേഡാക്ക് ഒരു കംബോഡിയൻ ഫ്രൂട്ടാണ്. പിന്നെ ഇത് മട്ടോവ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വരാവുന്ന സാധനമാണ്. ഇതിന്റെ തടി വരെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ റംബൂട്ടാൻ പോലത്തെ ഫ്രൂട്ട് നല്ല കൊല വരെയായിട്ട് ഉണ്ടാവണം. റംബൂട്ടാൻ പോലത്തെ ഫ്രൂട്ട്. ഇത് അതിൻ്റെ തന്നെ ഗ്രീൻ സ്റ്റാർ ആപ്പിൾ, അതിന്റെ വെറൈറ്റി ഉണ്ട്. പിന്നെ റെഡ് ഗ്രീൻ ആപ്പിൾ കേട്ടിട്ടുണ്ട്. ഗ്രീൻ സ്റ്റാർ ആപ്പിൾ ഇത് ഇത് നല്ല മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പൂണിന് നല്ല സ്കൂപ്പ് ചെയ്ത് കഴിഞ്ഞു. നല്ല ജലാംശമുള്ളതാണ്. അതിന്റെ തന്നെ റെഡ്. ഇതൊക്കെ റേറ്റ് 500. ഇതാണ് കബ്ജാം എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി. ഇത് ചെറുതരം പഴങ്ങളാണ്. നമ്മൾ ഓരെണ്ണൊക്കെ ആയിട്ട് കഴിച്ചാൽ അതിന്റെ ടേസ്റ്റ് അറിയില്ല. അത് നമുക്ക് കുറച്ച് നല്ല അതുപോലെ ഉണ്ടാവുകയും ചെയ്യുന്നറിയാം. പിന്നെ ഇതാണ് കുപ്പാസ് എന്ന് പറയുന്നത്. ഇതാണ് ബ്രസീലിന്റെ ദേശീയ ഫ്രൂട്ട്. നമ്മുടെ കൊക്കോ പോലെ ഇരിക്കും. ഒരു തേങ്ങയുടെ വലിപ്പമുണ്ട്. ഇത് നമ്മൾ പൊട്ടിക്കണമെങ്കിൽ നമ്മുടെ വാക്കത്തിയുടെ മാടിനൊക്കെ നമ്മൾ അടിച്ച് കാരണം അതിന്റെ തൊണ്ടിന് ഏതാണ്ട് 1 സെന്റിമീറ്റർ കനമുണ്ട്. അതാണ്ട് ഇത് ഇത്രയും കനം വരും. 1 സെന്റിമീറ്റർ കനമുണ്ട് അതിന്റെ. നമ്മൾ വാക്കത്തിയുടെ മാടിനൊക്കെ അടിച്ചാണ് പൊട്ടിക്കണം. ശരിക്കും ആലടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രസീലിന്റെ ദേശീയ പഴം നല്ല വലിപ്പമുണ്ട് സൈസ്. ഇത് പഴുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മണ്ണിന്റെ കളറാണ്. സാധാരണ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ ഒന്നുമല്ല റെഡ് ആവും, അല്ലെങ്കിൽ ഓറഞ്ചോ അല്ലെങ്കിൽ മഞ്ഞയൊക്കെ ആവും. പക്ഷെ ഇതിന്റെ നിറം എന്ന് പറഞ്ഞാൽ ഒരു മണ്ണിന്റെ ബ്രൗൺ കളറായിരിക്കും പഴുത്ത് കഴിയുമ്പോൾ അതിന്റെ കായ. ക്രൈൽ ഇതൊരു ക്രീപ്പറും അല്ല, എന്നാൽ അങ്ങനെ ചെടിയല്ലാതെ രണ്ടിലും അതിന്റെ ഇത്രേ ഉള്ളൂ അതിന്റെ കായ. അത് പൊടിച്ചാൽ അതിന്റെ ഉള്ളിൽ സീഡ് ഉണ്ട്. നമുക്ക് കഴിക്കാം. സീഡും കഴിച്ചു നോർത്ത് കൊടുക്കുന്നില്ല. അബിയു ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി. അബിയു പക്ഷേ നമ്മുടെ കടകളിലേക്കൊന്നും അധികം വന്നു തുടങ്ങിയിട്ടില്ല. കാരണം അബിയുവിനെ സംബന്ധിച്ചുള്ള ചെറിയൊരു ഫാൾട്ട് പറയാന്ന് വെച്ചാൽ അബിയുവിന് ഷെൽഫ് ലൈഫ് കുറവാണ്. പക്ഷെ ഇപ്പോൾ ഷെൽഫ് ലൈഫുള്ള അബിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. തീര ടോർട്ട
അതുപോലെ ടിക്കുണ വെറൈറ്റി ഒക്കെ ഒരു ലാസ്റ്റാണ്. സാധാരണ അബിയു പറിച്ചാൽ ഒരു ദിവസത്തേക്കുള്ളിൽ ഇരിക്കില്ല. അതുകൊണ്ടാണ് ഇത് കടകളിലേക്ക് അധികം വരാത്തത്. പക്ഷെ ഇപ്പോൾ അബിയു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അബിയു മെക്സിക്കനാണ്. ഞാൻ സപ്പോർട്ടേ പോലെ തന്നെ മെക്സിക്കനാണ്. വലിയ പരിചരണമൊന്നും കൂടാതെ ഇതും വെയിൽ കുറച്ച് മതി. ബ്രസീലിന്റെ അന്തരീക്ഷം നമ്മുടെ അന്തരീക്ഷം ഏകദേശം അമേരിക്കൻ കംബോഡിയൊക്കെ നമ്മുടെ ഇവിടെ നല്ലോണം പിടിക്കുന്നതാണ്. ഇത് പർപ്പിൾ ഫോറസ്റ്റ് പോവാം. ഒന്ന് കയ്യിലിട്ടൊന്ന് തിരുമിയിട്ട് ഒന്ന് വാസനിച്ച് നോക്കി. പേര തന്നെയാണ് സാധനം. അതുതന്നെ പേരയ്ക്കാണ്. ഓ ആ നമുക്ക് പേരയ്ക്ക കിട്ടണം. അത് തന്നെയാണ് ഗുവ. അതന്നെ പേരയ്ക്ക തന്നെയാണ്. ചെറുപ്പം പക്ഷെ നല്ലോണം കൊലകുത്തി ഉണ്ടാവും. വെറൈറ്റിയാണ്. ഇതാണ് ആമസോൺ ട്രീ ഗ്രേപ്പ്. ഇതൊരു വലിയ മുന്തിരിക്ക, നല്ല വലിപ്പമുള്ള ഒരു മുന്തിരിക്ക. നല്ല മുന്തിരിങ്ങ തന്നെയാണ്. മുന്തിരിങ്ങ ഗ്രേപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് പക്ഷെ ക്രീപ്പറല്ല, പടർന്നു കയറുന്നല്ല. അത് കപ്പ പോലെയൊക്കെ ഈ കപ്പ ഇതില്ലേ പപ്പായ ആ മാതിരിയൊക്കെ നിൽക്കുള്ളൂ. അങ്ങനെ അധികം ബ്രാഞ്ച് ഒരു മരം എന്ന് പറയാൻ പറ്റില്ല, പഴയെന്ന് പറയുമ്പോൾ അറിയാലോ, ആ മാതിരിയൊക്കെ നിൽക്കുള്ളൂ. പിന്നെ ഇതിനുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ മെയിൽ ഫീമെയിൽ പ്രശ്നമുണ്ട്. ഒരെണ്ണമായിട്ട് വെച്ചാൽ ആവില്ല, രണ്ടോ മൂന്നോ വെക്കണം, എന്നാൽ മാത്രമേ ഇത് ആവുള്ളൂ. ഇതും ബഡും ഗ്രാഫ്റ്റും ഒന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. ചെയ്തിട്ട് ഇതൊരു സെക്സ് ആയിട്ടില്ല. നല്ല സ്മെല്ലുള്ളതാണ്. അത് ഇതിൻ്റെ ഒരു ഇന്തോനേഷ്യയിലൊക്കെ സീസണിൽ ഇത് റോഡെടുത്തിട്ട് ഒക്കെ ഉണ്ടാവും. അതിൻ്റെ ഒരു ആണത്. പക്ഷേ അതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ അതിൻ്റെ സ്മെല്ലാണ് ആർക്കും അത്ര പിടിക്കാതെ. ആദ്യമായിട്ട് കഴിക്കുമ്പോഴേ ഉള്ളൂ. പിന്നെ നമുക്ക് ഫസ്റ്റ് 1-2 പ്രാവശ്യം കഴിക്കുമ്പോൾ നമുക്ക് അത്ര ഇത് പിടിയില്ല. പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ആദ്യമായിട്ട് കഴിക്കുന്നവർക്ക് ഭയങ്കര ഇതായിട്ട്. അതിന് ചക്കയുടെ ഫാമിലി ആണെന്ന് പറയാം. ചക്കയല്ല, ഫ്രൂട്ട് തന്നെയാണ്. ചക്കയുടെ വേറെ അതുകൊണ്ട് കറി ഒന്നും വെക്കില്ല, ഫ്രൂട്ടായിട്ട് തന്നെ. മുള്ളു ഭയങ്കര മുള്ളാണ്, നമുക്ക് തന്നെ കയ്യിൽ പിടിക്കാൻ പറ്റില്ല. കൂർത്ത മുള്ള മേലേക്കൊക്കെ വീണാൽ ശരിക്കും ഡേഞ്ചറാണ് സാർ. പിന്നെ കട്ട്നട്ട് എന്ന് പറഞ്ഞാൽ ഒരു നട്ട്സിൽ പെട്ടാണ്. നല്ല റേറ്റാണ്. അതുകൊണ്ട് 3000-ന് മേലെ കണ്ട് കിലോക്ക് വിലയുണ്ട്. ഇതിൻ്റെ സംസ്കരിച്ച സാധനം ഇതാണ്. ഈ താക്കോലിട്ട് തുറക്കണമെന്ന് പറയും. അതിങ്ങനെ പൊട്ടിച്ചിട്ട് ഒരു ചെറിയ ഇതായിട്ടാണ് തന്നെ നമ്മളൊരു താക്കോലൊരു സാധനം കിട്ടും. അത് ലുലുവിലൊക്കെ ഉണ്ട്. അതിങ്ങനെ ഇട്ട് തുറക്കുമ്പോഴാണ് അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ പരിപ്പ് കഴിക്കും. ഇത് കംബോഡിയയുടെ ഇതിൻ്റെ ഫ്ലവറും നല്ല ഭംഗിയാണ്. കംബോഡിയയുടെ നാഷണൽ ഫ്ലവറാണ് ഇതിൻ്റെ ഫ്ലവർ. പക്ഷേ ഇതിൻ്റെ പഴവും നമുക്ക് കഴിക്കാം. ഒരു ഞാൽപ്പഴം പോലെയൊക്കെ ഇരിക്കും. അത്രയും ഇല്ല, അതിലും ചെറുതാണെന്നാലും നല്ലോണം പഴം ഉണ്ടാവും. ഇതിൻ്റെ ഫ്ലവറും നല്ല ഇതാണ്. അവിടുത്തെ ദേശീയ ഫ്ലവറാണ്. അവിടുത്തെ ദേശീയ ഫ്ലവറായിട്ടാണ്. ഇതിന് ചാമ്പ വെറൈറ്റികളാണ്. പിന്നെ സാൻഡോൾ എന്ന് പറഞ്ഞാൽ ഇതും നന്നായിട്ട് പഴുത്തിലേക്ക് നല്ല പുളിയായിരിക്കും. അതൊരു പ്രത്യേകത ഉണ്ട് ഇതിന്. സാൻഡോൾ മാംഗോസ്റ്റിൻ ഫാമിലിയൊക്കെ തന്നെയാണ്. കണ്ടപ്പോൾ അതിൻ്റെ ഒരു വൈറ്റ് റംബായി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റെഡും ഉണ്ട്. അതുകൊണ്ടാണ് റംബായി വൈറ്റ് എന്ന് പറഞ്ഞത്. സ്നേക്ക് ഫ്രൂട്ട് എന്ന് പറയും. പാമ്പിന്റെ പുറം പോലെ ഇരിക്കും ഇതിന്റെ തൊണ്ട്. ഇതിനും മെയിൽ ഫീമെയിൽ പ്രശ്നമുണ്ട്. എല്ലാ വെറൈറ്റിക്കും ഇല്ല, പക്ഷെ സലാക്കിലെ ഒട്ടുമിക്കതിനും മെയിൽ ഫീമെയിൽ പ്രശ്നമുണ്ട്. ഒരെണ്ണമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആവില്ല, ഒന്നിൽ കൂടുതൽ വെക്കാം. നല്ല മുള്ളുള്ള സാധനമാണ്. ചെടിയെ ഭയങ്കര ഡേഞ്ചർ, വലിയ മുള്ളാണ് സാധനം. പിന്നെ സൺഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഇതും നമ്മുടെ അർസാബോയുടെ തന്നെ വേറൊരു പതിപ്പാണ്. ഇത്തിരി പുളിയുള്ള സാധനമാണ്. ജ്യൂസ് അടിക്കാനാണ് ഉപയോഗിക്കുന്നത് സൺഡ്രോപ്പ്. പിന്നെ സിൽവർ ബെറി, ഇതൊരു ബെറി ടൈപ്പാണ്. പക്ഷേ ഇത് കൂടുതലും ഇത്തിരി തണുപ്പിലാണ് കൂടുതലും കായ്ക്കുള്ളൂ. ഇതിൻ്റെ ഇല കണ്ടോ, ഒരു സിൽവർ കളറാണ്. അതാണ് സിൽവർ ബെറി എന്ന് അറിയപ്പെടുന്നത്. പക്ഷേ ഇത് കൂടുതലും വയനാട് പോലെ ഭാഗത്താണ് നല്ല ആയിട്ട് കായ്ക്കുള്ളൂ സാധനം. വയ്ക്കാം, രണ്ടും വയ്ക്കാം. ഇതൊരു ഓസ്ട്രേലിയൻ സാധനമാണ്. ഇവിടുത്തെ ചാമ്പയാണ്. അതിൻ്റെ ഫോട്ടോ ഇല്ല.